അങ്ങനെ ബോട്ടിലെല്ലാം സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് എല്ലാം ഒക്കെ വെച്ച് കേട്ടോ, എല്ലാം സെറ്റ് ചെയ്ത് ബോട്ടിലൊക്കെ റാക്കൊക്കെ നിറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ഇനി ഇതൊക്കെ ഇതിലും വലിയ സന്തോഷം വന്നെങ്കിൽ നമുക്കിതൊക്കെ വേഗം സെയിലാകണം. കൂട്ടോ ഇപ്പം തന്നെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങനെയാണ്, നമ്മുടെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്. നേരെ മുമ്പിൽ ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് എന്താണ്, എങ്ങനെയാണ് ഇത്, എന്താണ് ഇതിൻ്റെ ഉപയോഗക്രമം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയണത്, സാധാരണ നമ്മൾ എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും, എല്ലാവരും ഞാൻ പറയത്തില്ല, ഭൂരിഭാഗം ആൾക്കാരും ഡെയിലി കുറേച്ചെങ്കിലും വെളിച്ചെണ്ണയൊക്കെ നമ്മൾ തലയിൽ തേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ആ ഒരു ശീലത്തിലോട്ട് നമ്മുടെ മൂകാംബിക കാച്ചി എണ്ണ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മരുന്നല്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇതൊരു മരുന്നല്ല, നമ്മുടെ മുടിയുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി. മുമ്പൊക്കെ എണ്ണ കാച്ചുന്ന ആൾക്കാരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടേക്കണത്. എനിക്കറിയത്തില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഈ പിന്നെ അത് ഏതോ ഒരു വിഭാഗക്കാർക്ക് വേണ്ടി ഇങ്ങനെ എണ്ണ കാച്ചി കൊടുക്കുമെന്ന്. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഒരുപാട് നല്ലതെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. നമ്മുടെ ശിരസിൽ നമ്മളൊരു ഇത്തിരി എണ്ണ പെരട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ ഗുണമുള്ള എണ്ണയാകുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നമുക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ മുടിയുടെ ഒരു നര, നമ്മളൊരു 10-60 വയസ്സൊക്കെ ആകുമ്പോഴേ നമ്മുടെ മുടി ഒന്ന് പതിയെ നരക്കാൻ തുടങ്ങുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ മുടി പെട്ടെന്ന് നരക്കണേണ്. ഒരു 25-30 വയസ്സ് കഴിയുമ്പോൾ കുട്ടികളുടെ മുടി നരക്കണേണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ നമ്മൾ ഇപ്പോഴേ ഇതൊരു ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൂകാംബിക കാച്ചി എണ്ണയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ള അറിവുകൾ. ഇത് നിങ്ങളൊരു നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. മൂകാംബിക കാച്ചി എണ്ണ, മരട് നെട്ടൂരിൽ നിന്ന്. ഓക്കെ.